നമസ്തേ. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി ലോകരാജ്യങ്ങൾക്കിടയിൽ എത്രയോ ചർച്ചകളും വിമർശനങ്ങളും നമ്മൾ കണ്ടു. ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ യൂറോപ്യൻ രാജ്യങ്ങൾ മത്സരിക്കുമ്പോൾ ഇതാ പാശ്ചാത്യ ലോകത്ത് നിന്ന് ഇന്ത്യക്ക് തീർത്തും അപ്രതീക്ഷിതമായ ഒരു പിന്തുണ ലഭിച്ചിരിക്കുകയാണ്. അതും റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന നാറ്റോ അംഗമായ ഫിൻലാൻഡിൽ നിന്ന്. ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടോണൻ ഇന്ത്യയുടെ നിലപാടിനെ ശക്തമായി ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. എന്താണ് ഫിൻലാൻഡ് പറഞ്ഞത്? യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിന് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകിയ ആ കനത്ത തിരിച്ചടി എന്തായിരുന്നു? നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ. ഫിൻലാൻഡിൽ നടന്ന ഒരു ഉന്നതതല ചർച്ചയിലാണ് ഭാരതത്തെ അനുകൂലിച്ച് എലീന വാൾട്ടോണൻ സംസാരിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ പ്രൈസ് ക്യാപ്പ് അഥവാ ചില വില നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതെന്ന് അവർ വ്യക്തമാക്കി. എലീന വാൾട്ടോണന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യയെ പ്രതിരോധിച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, അവർ പ്രൈസ് ക്യാപ്പ് നിയമങ്ങൾ പാലിച്ചാണ് എണ്ണ വാങ്ങിയത്. ഞങ്ങൾ ഓയിൽ പ്രൈസ് ക്യാപ്പ് കൊണ്ടുവന്നപ്പോൾ ലോകരാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും നിരോധിച്ചിരുന്നില്ല. എണ്ണ വിപണി തകരാതിരിക്കാനും അതേസമയം എണ്ണ വിപണനത്തിലൂടെ റഷ്യ വൻ ലാഭം കൊയ്യുന്നത് തടയാനും വേണ്ടിയായിരുന്നു ആ നിയമം. ഇന്ത്യ ചെയ്തത് ആ നിയമത്തിനുള്ളിൽ നിൽക്കുന്ന കാര്യമാണ്. അതായത് ഇന്ത്യ ചെയ്തത് അന്താരാഷ്ട്ര നിയമ ലംഘനമല്ലെന്നും മറിച്ച് ആഗോള എണ്ണ വിപണി തകരാതെ കാത്തത് ഇന്ത്യയുടെ ഈ നീക്കമാണെന്നും ഒരു പാശ്ചാത്യ രാജ്യം തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. നമുക്ക് കുറച്ച് പിന്നോട്ട് പോകാം. 2022 റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. അതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ കൂട്ടത്തോടെ എങ്ങോട്ടേക്കാണ് തിരിഞ്ഞത്? നമ്മുടെ പരമ്പരാഗത വിതരണക്കാരായ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക്. യൂറോപ്പ്, ഗൾഫ് എണ്ണ മൊത്തമായി വാങ്ങി കൂട്ടിയപ്പോൾ വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നു. ഇന്ത്യയെപ്പോലെ വലിയൊരു രാജ്യത്തിന് തങ്ങളുടെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ഇന്ധനം എത്തിക്കേണ്ട ബാധ്യതയുണ്ടായിരുന്നു. അങ്ങനെയാണ് വിപണിയിൽ ബാക്കിയുണ്ടായിരുന്ന റഷ്യൻ എണ്ണ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ ഇന്ത്യ തീരുമാനിക്കുന്നത്. ഇവിടെയാണ് ജയശങ്കറിന്റെ പ്രസക്തമായ ആ വാക്കുകൾ വരുന്നത്. എണ്ണ വാങ്ങുന്നത് രാഷ്ട്രീയ നിലപാടുകൾ നോക്കിയല്ല, മറിച്ച് വിലയും ലഭ്യതയും നോക്കിയാണ്. മറ്റൊരു രസകരമായ കാര്യം, എണ്ണ വിപണി സുസ്ഥിരമായി നിലനിർത്താൻ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങണമെന്ന് അക്കാലത്ത് അമേരിക്ക തന്നെ പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ജയശങ്കർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയില്ലായിരുന്നുവെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $150 മുതൽ $200 വരെ ഉയർന്നേനെ. അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ കപട ടാർഗറ്റിനെ കരിയറിലെ തന്നെ ഏറ്റവും കടുത്ത ഭാഷയിലാണ് ജയശങ്കർ നേരിട്ടത്. യൂറോപ്പ് ഇന്ത്യയെ ഉപദേശിക്കാൻ വരേണ്ടതില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജയശങ്കർ തുറന്നടിച്ചത് ഇങ്ങനെയാണ്: വർഷങ്ങളായി ഇന്ത്യയെ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ വിറ്റത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. എന്നാൽ ഞങ്ങൾ ഇന്ത്യക്കാർ ഇന്നേ വരെ യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് വിമർശിക്കുമ്പോൾ അത് ഓർമ്മയിൽ വെക്കുക. എന്തൊരു കനത്ത മറുപടി! ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ യൂറോപ്പ് കാണിച്ച അവഗണനയ്ക്ക് വിദേശകാര്യമന്ത്രി നൽകിയ കൃത്യമായ കൊട്ടായിരുന്നു അത്. ഇന്ന് ഇന്ത്യയുടെ ഊർജ്ജ വിപണി വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണ രാജ്യം റഷ്യയാണ്. എന്നാൽ ഏറ്റവും വലിയ ഗ്യാസ് വിതരണക്കാരായി മാറിയിരിക്കുന്നത് അമേരിക്കയാണ്. മുൻപ് ഇതിൽ മുന്നിലുണ്ടായിരുന്ന ഖത്തറിനെയാണ് US മറികടന്നത്. അതേസമയം ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം വെറും എണ്ണക്കച്ചവടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സാംസ്കാരികവും സാമ്പത്തികവുമായ വലിയൊരു പങ്കാളിത്തമാണ് അതെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ, ഇന്ത്യ സ്വന്തം ജനങ്ങളുടെ താൽപ്പര്യവും ആഗോള വിപണിയുടെ സുസ്ഥിരതയും നോക്കി എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നുവെന്ന് ഫിൻലാൻഡിന്റെ ഈ പുതിയ പ്രസ്താവനയിലൂടെ ഒരിക്കൽ കൂടി തെളിയുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം വഴി വെട്ടിത്തുറന്ന ഇന്ത്യൻ നയതന്ത്രത്തിന്റെ വലിയൊരു വിജയം കൂടിയാണ് ഇത്. ഈ നിലപാടിനെയും ജയശങ്കറിന്റെ മറുപടിയും നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണാം. വീണ്ടും നന്ദി, നമസ്കാരം. വെബ് ഡെസ്ക് തത്തുമൈ TV.